ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPIM തേൻകുരിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവനും ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവിയും മകൻ വിവേകുമാണ് മുക്കുപണ്ടം പണയം വെച്ചത്. ലക്ഷ്മി ദേവിയുടെ സഹോദരനായ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണനാണ് കേസിലെ ഒന്നാം പ്രതി. 4 പ്രതികളും ഒളിവിൽ എന്നാണ് ഒറ്റപ്പാലം പോലീസ് പറയുന്നത്. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച അർബൻ ബാങ്കുകളിൽ ഒന്ന്. CPM ഭരിക്കുന്ന ഈ ബാങ്കിൽ നിന്നാണ് മുക്കുപണ്ട പണയ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നത്. ഞെട്ടലോടെയാണ് നിക്ഷേപകരും നാട്ടുകാരും ഈ വാർത്ത കേട്ടത്. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിലാണ് മുക്കുപണ്ടം പണയം വെച്ച ജീവനക്കാരനും ബന്ധുക്കളും ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയത്. ബ്രാഞ്ച് മാനേജർ ഭുവനേശ്വരി പുറത്തു പോകുന്ന സമയങ്ങളിൽ സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനാണ് ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്നത്. മാനേജർ ഇല്ലാത്ത സമയങ്ങളിലാണ് ബന്ധുക്കളിൽ നിന്ന് ഇയാൾ മുക്കുപണ്ടം സ്വീകരിച്ച് പണം നൽകിയിരുന്നത്. അന്ന് നമുക്കിതിനെ സംബന്ധിച്ച് അറിയില്ല. കാരണം ഇയാളുടെ പെങ്ങൾ എന്താണെന്നോ ഇയാളുടെ അളിയൻ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രോഡ് നടത്തിയ 3 ആൾ എന്ന മട്ടിലാണ് നമ്മൾ ഇവരെ കണ്ടത്. പിന്നീട് ഇവർ ജനപ്രതിയാണെന്ന് പത്രങ്ങളിൽ നിന്ന് പിന്നീട് അറിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഭരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണ് ഭരണസമിതിയിനകത്തുള്ളത്. അപ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPMന് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ കബളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ആവശ്യത്തിനായി ബ്രാഞ്ച് മാനേജർ പുറത്തുപോയപ്പോഴായിരുന്നു സഹോദരി പുത്രൻ വിവേക് മുക്കുപണ്ടവുമായി പണയം വെക്കാനെത്തിയത്. തിരിച്ചെത്തിയ മാനേജർക്ക് സംശയം തോന്നിയെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുപ്പിടിയുമായി മുങ്ങി. ഇതോടെ മോഹനകൃഷ്ണൻ ബന്ധുക്കളുടെ പേരിൽ പണയം വെച്ച ആഭരണങ്ങളുടെ പൊതികൾ ഓരോന്നായി തുറന്നു നോക്കുകയായിരുന്നു. മോഹനകൃഷ്ണൻ ബന്ധുക്കളിൽ നിന്ന് സ്വീകരിച്ച ആഭരണങ്ങളുടെ 31 പൊതികൾ പരിശോധിച്ചു. അപ്പോഴാണ് എല്ലാം മുക്കുപണ്ടമാണെന്ന് ബോധ്യമായത്. അല്ല, ഇതിൽ സംശയകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായ വഴി തന്നെ ബാങ്കിൻ്റെ മാനേജർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ബാങ്കിൻ്റെ മാനേജർക്ക് സംശയം തോന്നിയ വഴി തന്നെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൈസർ അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഉടൻ തന്നെ പത്തിരിപ്പാല ശാഖയിലേക്ക് പോവുകയും അവിടെ എത്തി മോഹനകൃഷ്ണൻ പണയം വെച്ചിട്ടുള്ള, അതായത് മോഹനകൃഷ്ണൻ ആണല്ലോ പണയവസ്തു സ്വീകരിച്ചത്, ബാങ്കിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്. സാധാരണഗതിയിൽ മാനേജർ പുറത്ത് പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ ചുമതല ഏൽപ്പിച്ച് പോകാറുണ്ട്. ഈ ചുമതല ഏൽപ്പിച്ച സന്ദർഭങ്ങളിലാണ് ഈ തട്ടിപ്പെല്ലാം നടന്നിട്ടുള്ളത്. ഇതിനിടയിൽ ബാങ്കിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉരച്ചു നോക്കുന്ന അപ്രൈസറെ സ്വാധീനിക്കാനും മോഹനകൃഷ്ണനും സഹോദരി പുത്രൻ വിവേകും ശ്രമിച്ചു. ഇത് സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ സംഘം മുഴുവൻ ഒളിവിൽ പോവുകയായിരുന്നു. കേസിൽ മോഹനകൃഷ്ണനെ കൂടാതെ സഹോദരി ഭർത്താവ് CPIM തേൻകുരിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവനും ഭാര്യയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവിയും സഹോദരി പുത്രൻ മകൻ വിവേകും പ്രതികളാണ്. നടപടിയെടുത്തു കഴിഞ്ഞു, സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്തത് മുഴുവൻ പോലീസിൻ്റെ അന്വേഷണത്തിന് കൂടി അത് വ്യക്തമായി കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുൾപ്പെടെയുള്ള നടപടിയാണ് ബാങ്കിന് എടുക്കാനുള്ളത്. റിസർവ് ബാങ്കിനെ ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 21 ദിവസത്തിനുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ആ സമയത്ത് അത് കൊടുക്കും. കേസിൽ 4 പേരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. CPIM ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് ജീവനക്കാരനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മുൻ ലോക്കൽ സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഭാര്യയ്ക്കുമെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. അർബൻ ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിൽ 28 ലക്ഷം രൂപയോളം ഈ സംഘം മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ മേഖല തന്നെയാണ് കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല്. ഇതുപോലുള്ള ജീവനക്കാരെ ഒഴിവാക്കി, പുഴുക്കുത്തുകളെ ഒഴിവാക്കി അത് ശുദ്ധീകരിക്കുക തന്നെ വേണം. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മാനേജർ തന്നെയാണ് മുക്കുപണ്ട പണയ തട്ടിപ്പ് കണ്ടുപിടിച്ചതെന്നത് ആശ്വാസകരമായ കാര്യമാണ്. നടപടി ഇനിയും വൈകിക്കൂടാ. പോലീസ് ആക്ഷൻ ഉടൻ വരട്ടെ. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.